ഹലോ ഓൾ, ടെമൂന്ന് ലാസ്റ്റ് വീക്ക് ഞാൻ ഓർഡർ ചെയ്തൊരു സാധനം ഒരു സാധനമല്ല, കുറച്ചധികം സാധനം വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ അബുദാബിയിൽ നിന്നപ്പോഴാണ് പാഴ്സൽ വീട്ടിലെത്തിയെന്ന് അറിഞ്ഞത്. സോ അബുദാബിയിൽ നിന്ന് ഷാർജ വരെ എത്തുന്നത് വരെ എനിക്ക് ഫുൾ സമാധാനമില്ലായിരിക്കും, എന്തായിരിക്കും എങ്ങനെ ഇരിക്കും എന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയായിരുന്നു. സോ നൈറ്റ് വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഇരുട്ടായത് കൊണ്ട് ഒരു ലൈറ്റ് പ്രോപ്പർ അല്ലെങ്കിൽ ഞാൻ പൊട്ടിച്ചു, എനിക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആദ്യമേ തന്നെ പറയാം, എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളായിരുന്നു. ഫസ്റ്റ് ഞാൻ തുറന്നത് ഒരു ക്യാമറ സ്റ്റാൻഡാണ്. ഇതിൻ്റെ വലിയ സ്റ്റാൻഡ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇത് രണ്ടും കൂടെ കാണിച്ചു തരാം. ഇത് ചെറിയ സ്റ്റാൻഡാണ്, പക്ഷേ എനിക്കിത് ഈസിലി എല്ലായിടത്തും കൊണ്ടുപോകാനൊക്കെ പറ്റുന്നൊരു ടൈപ്പാണ്. അതുപോലെ ടിൽറ്റ് ചെയ്യാനൊക്കെ നമുക്ക് എളുപ്പമോ, അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റാൻഡ് വാങ്ങിച്ചത്. നല്ല രസമുണ്ടായിരുന്നു ഇത് കാണാനും. ഫിക്സ് ചെയ്യാനെ കൊണ്ട് പെട്ടെന്ന് പറ്റിയില്ല. അങ്ങനെ ഞാൻ ആസിയുടെ കൊടുത്തു. ആസി എനിക്ക് പെട്ടെന്ന് തന്നെ ഫിക്സ് ചെയ്ത് തന്നു. ഞാൻ ഇതിൻ്റെ റെഫറൻസ് പിക്ക് ഞാൻ ടെമൂന്ന് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫോൺ ഏറ്റവും കൂടുതലും പോയിട്ടുള്ളത് വെള്ളത്തിൽ വീണിട്ടായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വാട്ടർ പ്രൂഫ് സാധനം മേടിക്കണം എന്ന്. അങ്ങനെ ടെബിളിൽ നോക്കിയപ്പോൾ ഒരു 4 ദിർഹംസിന് പെട്ടെന്ന് ഒരു ദിവസം കണ്ടു. അപ്പോൾ ഞാനത് ഓർഡർ ചെയ്ത് വെച്ചതാണ്. കൊള്ളാം, സാധനം എൻ്റെ ഫോണിന് കറക്റ്റ് ആയിട്ടുണ്ട്. സൈസെല്ലാം കറക്റ്റ്, നല്ല ലോക്ക് ആവുന്നുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ ഞാനിത് യൂസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്യാം, കേട്ടല്ലോ. പിന്നെ 100 ദിർഹംസിന് വാങ്ങിച്ചപ്പോൾ ടെമു എനിക്ക് ഓഫറിലൊരു ക്യാമറ തന്നു 0 ദിർഹംസിന്. അപ്പോൾ ഞാൻ വിചാരിച്ചു, അതിൽ കുറേ കമൻസിലൊക്കെ നല്ലതെന്ന് കണ്ടു, റിവ്യൂ കണ്ടപ്പോൾ നല്ലതെന്ന് കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ബട്ട് എനിക്കത് പറ്റിയില്ല, എനിക്ക് ശരിയാവുന്നില്ല, അത് കൊള്ളില്ല. പിന്നെ ഫോൺ ചാർജിൽ വയ്ക്കുമ്പോൾ സ്റ്റാൻഡിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഓക്കെയാണ്, കൊള്ളാം. അടുത്തത് വീഡിയോസിലൊക്കെ കൂടുതലിപ്പോൾ കാണുന്നുണ്ട് ക്യൂട്ടായിട്ടുള്ള ക്ലിപ്പ്, ഫ്ലോറൽ ഡ്രസ്സിൻ്റെ കൂടെ എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഞാനും കണ്ടിട്ട് സൈസ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ് ഓർഡർ ചെയ്തതാണ്. പക്ഷേ അതിനത്ര സൈസില്ല, എന്നാലും കുഴപ്പമില്ല. ചെറിയ കുട്ടികളുടെ ക്ലിപ്പ് പോലെ തോന്നുമെങ്കിലും വെക്കുമ്പോൾ അത് നല്ല ഭംഗിയുണ്ട്. ഞാൻ റെഫറൻസ് പിക്ക് കാണിക്കാം. പിന്നെ ഒരു മെമ്മറി കാർഡ് വാങ്ങിച്ച് എൻ്റെ ക്യാമറയിൽ വെക്കാൻ വേണ്ടി മെമ്മറി കാർഡ് വേണമായിരുന്നു. പിന്നെ ഫോൺ നെക്കിൽ തൂക്കുന്ന ഒരു സ്റ്റാൻഡ് കണ്ട്. കൂടുതൽ ഞാൻ ഫോണിനായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് മേടിച്ചത്. അതിൻ്റെ ആക്സസറീസ് തന്നെയാണ് എപ്പോഴും ഞാൻ മേടിക്കുന്നത്. അത് കൊള്ളാൻ തോന്നി വാങ്ങിച്ചു. കുറച്ച് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ ഞാൻ പിന്നെ അറിയിക്കാം. പിന്നെ ടൈലിൽ ഒട്ടിക്കുന്ന ഒരു സീലുണ്ട്, അതൊരു ഇതായിട്ട് വാങ്ങിച്ച് വെച്ചതാണ്. ഇതൊരു ബാഗാണ്. ഈ ബാഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇട്ട് നമുക്ക് ഹാങ് ചെയ്തിട്ടിട്ട് വീട്ടിൽ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് പുറത്ത് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നമുക്ക് പാക്ക് ചെയ്തിട്ട് ബാഗിൽ വയ്ക്കാം. എന്നിട്ട് അവിടെ പോയി നമുക്ക് ഹാങ് ചെയ്തിടാം. അപ്പോൾ അത് ഈസി ആയിട്ട് നമുക്ക് സാധനങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യാം, പെട്ടെന്ന് എടുക്കാനും പറ്റുന്ന രീതിയിലായതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഇതും യൂസ് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും, കേട്ടോ. പിന്നെ ഇതെൻ്റെ ഒരു ബാഗ്. ഈ ബാഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറി കാർഡ്, ചാർജർ, USB കേബിൾസ്, പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇട്ട് സൂക്ഷിച്ച് വെക്കാനും ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാനും ഈസിക്ക് വേണ്ടിയിട്ടുള്ളൊരു ബാഗാണ്. ഇതിൻ്റെ പിക്ക് റെഫറൻസ് പിക്ക് ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഒരു ഓർഗനൈസ് ചെയ്യാൻ അറിയാമെന്നുള്ളവർക്ക് നല്ലതാണ്. ഈ കണ്ട എല്ലാ ഐറ്റംസിനും ലെസ് ദാൻ 10 ദിർഹംസാണ്. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ കുറേ സാധനം മേടിച്ചപ്പോൾ വലിയ പ്രൈസായെന്ന് തോന്നിയതുമില്ല. ഈ നെക്സ്റ്റ് ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പോണിറ്റൈലൊക്കെ കെട്ടുമ്പോഴത്തേക്കും സ്കാൽപ്പ് പെട്ടെന്ന് വിസിബിളാവും. അപ്പോൾ അത് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കളർ ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. അത് ഞാൻ യൂസ് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്, കേട്ടോ. പിന്നെ ഉള്ളതൊരു നെയിൽ എക്സ്റ്റൻഷൻ. അത് ചുമ്മാ ഒന്ന് ഫണ്ണായിട്ട് മേടിച്ചെന്നേ ഉള്ളൂ. ഞാൻ ഈ അടുത്തൊരു ഷൂസ് വാങ്ങിച്ചു. അത് ഇടുമ്പോൾ എൻ്റെ കാൽ നല്ല പെയിൻ. അത് മാറാൻ വേണ്ടിയിട്ട് ഞാൻ അതിന് വേണ്ടി കുറേ സാധനങ്ങൾ ഇപ്പോൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ടും ഞാൻ ഷൂ ഇടുന്നില്ല, എന്നാലും അത് ഇടുമ്പോൾ ഒരു ആശ്വാസമുണ്ട്. ഈ ഫിംഗർ ചെറുതാകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ പെയിൻ വരുന്നുണ്ടല്ലോ, അത് മാറാൻ വേണ്ടി അതിനൊരു സാധനവും ഞാൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ സ്ട്രോ, ചുമ്മാ ഒരു 2-3 ദിർഹംസിൻ്റെ ഒരു സ്ട്രോ കണ്ടപ്പോൾ അതും വാങ്ങിയായിരുന്നു. ഇതെൻ്റെ മെമ്മറി കാർഡ് റീഡറാണ്. ഇതിനൊരു 4 ദിർഹംസേ ആയിട്ടുള്ളൂ. എനിക്ക് പഴയൊരു ഫോണുണ്ടായിരുന്നു, നല്ല മെമ്മറി ഒന്ന് റീഡ് ചെയ്ത് നോക്കാൻ വേണ്ടി ഞാൻ എടുത്തു എന്നേ ഉള്ളൂ. ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരുന്ന സാധനം, ഒരു ഗ്ലാസ് പോട്ട്. നമ്മൾ ഈ വീഡിയോസിലൊക്കെ കാണുന്ന മിൽക്കൊക്കെ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഗ്ലാസ് പോട്ട്. അപ്പോൾ ഞാനത് വാങ്ങിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളാം. സാധനം എനിക്കും ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻസിൽ പറയുക. താങ്ക് യു.